1949 നവംബർ 25 ഇന്നേ ദിവസം ഡോക്ടർ BR അംബേദ്കറുടെ കൺക്ലൂഡിംഗ് റിമാർക്സ് ഉണ്ട്. അതിൽ അദ്ദേഹം ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നമുക്ക് ഈ ഭരണഘടനയോട് എതിർപ്പുള്ളവരുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് വിയോജിപ്പുള്ളവരുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കൊരു ഭരണഘടന കിട്ടി, നമ്മൾ സ്വതന്ത്ര രാജ്യമാണ്, നമുക്കൊരു ഭരണഘടനയുണ്ട്. ഇനി ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ധർണയോ അല്ലെങ്കിൽ അതുപോലുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് അല്ല, ഭരണഘടനാപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് അതാകാമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത്. അതായത് ആർക്കെങ്കിലും ഭരണഘടനയുടെ അതിനകത്തുള്ള കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റ്, അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അതിന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വിമർശനം, കോടതികൾ വിമർശനത്തിന് വിധേയരാണ്. കോടതി നടപടികൾ ഒരു ഫെയർ ക്രിറ്റിസിസം, ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതിൽ മുൻ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഭരണഘടനയുടെ ഒരു പ്രത്യേകത അതിൽ വിശ്വാസമില്ലാത്തവരെയും അത് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടും ഭരണഘടന തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടും അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുകയാണ്, എനിക്ക് ഭരണഘടനയിൽ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ഭരണഘടന. ഇനി ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഈ അമെൻമെന്റിനെ പറ്റി പറഞ്ഞു. ചില കാര്യങ്ങൾ ഭരണഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ് എന്ന് പറയും. അത് ഒരു ഭരണഘടനയിലും എത്ര ദീർഘമായിട്ട് എഴുതിയാലും എല്ലാ അവസരങ്ങളെയും മുൻകൂർ കണ്ടുകൊണ്ട് ഒരു വകുപ്പ് എഴുതി ചേർക്കാൻ കഴിയില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻസ് ഉണ്ട്, വളരെ സൗണ്ട് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ട്രഡീഷൻസ്, വളരെ പഴയ ജനാധിപത്യ രാജ്യങ്ങൾ, ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങളിൽ അനുവർത്തിച്ചു വന്നിരിക്കുന്ന പല കൺവെൻഷൻസും ഉണ്ട്. ആ കൺവെൻഷൻസ് ഫോളോ ചെയ്താണ് പ്രസിഡന്റ് ഒരാളെ പ്രധാനമന്ത്രിയാകാനായിട്ട് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ് ഉള്ളിടത്ത് കൺവെൻഷൻസ് ആണ്. എങ്ങനെയാണ് ഭരണഘടന വർക്ക് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുക, ആരാണ് ആ സ്ഥാപനത്തിൽ ആ സ്ഥാനത്തിരിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കുക. അത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നവർ അത് മോശമായിട്ട് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഭരണഘടന മോശമാണെന്ന് തോന്നും. അത് ഭരണഘടനയുടെ പ്രശ്നമല്ല, അത് മാൻ ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാൻ ചെയ്യുന്നത് ആരാണോ അതിനെ ആശ്രയിച്ചിരിക്കും. ഇനി നേരത്തെ സുപ്രീം കോടതിയുടെ ആ വിധിയെപ്പറ്റി പറഞ്ഞല്ലോ, സോഷ്യലിസം സെക്യുലറിസം എന്ന രണ്ട് വാക്കുകൾ എഴുതി ചേർച്ചത് അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാരണമാണ് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത്, എമർജൻസി നിലവിലുള്ള സമയത്താണ്, അതായത് അടിയന്തരാവസ്ഥയുടെ സമയത്താണ് ഈ ഭരണഘടനയുടെ അമെൻമെന്റ് നടന്നത്, അതുകൊണ്ട് ഇത് അസാധുവാണ് എന്നാണ് പറഞ്ഞത്. കാരണം ലോക്സഭയുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യാണ്, ഒരു ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഭരണഘടന അമെൻഡ് ചെയ്തിട്ട് ഈ സോഷ്യലിസം സെക്യുലറിസം എന്ന രണ്ട് വാക്കുകൾ എഴുതി ചേർത്തു. അദ്ദേഹത്തിന്റെ വേറൊരു വാദം, സോഷ്യലിസം എന്ന വാക്ക് എഴുതി ചേർക്കാനുള്ള ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഡോക്ടർ അംബേദ്കർ അതിനെ എതിർത്തിരുന്നു. അത് ഫാക്ച്വലി കറക്റ്റ് ആണ്. പഴയ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റില് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഈ മെറ്റീരിയൽ റിസോഴ്സസ് ഉള്ളതിന്റെ അർത്ഥത്തിൽ വരുമോ എന്നുള്ള ആ ഒരു വിധിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു പർട്ടിക്കുലർ എക്കണോമിക് ഐഡിയോളജി ഒന്നും ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. പല സന്ദർഭങ്ങളിലായിട്ട് പല വകുപ്പുകളിലായിട്ട് വെൽഫെയർ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണ്, നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഡോക്ടർ അംബേദ്കർ പറയുന്നത് സോഷ്യലിസം എന്ന വാക്ക് സൂപ്പർഫ്ലുവസ് ആണ്, കാരണം പല സോഷ്യലിസ്റ്റ് ഐഡിയാസും ഓൾറെഡി ഭരണഘടനയിലുണ്ട്. അതേപോലെ തന്നെ എല്ലാ മൗലികാവകാശങ്ങളും ബാക്കി പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടന സെക്യുലർ ആണ്, എന്നും സെക്യുലർ ആയിരുന്നു. അതുകൊണ്ട് ആ വാക്ക് എഴുതി ചേർത്താലും ഇല്ലെങ്കിലും ഭരണഘടന ആദ്യം മുതലേ സെക്യുലർ ആണ്. സുപ്രീം കോടതി അത് ഡിസ്മിസ് ചെയ്തിട്ട് പറഞ്ഞു, പാർലമെന്റിന് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് എമർജൻസി പീരീഡിലാണെങ്കിലും ആ അമെൻമെന്റ് വാലിഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ സോഷ്യലിസവും സെക്യുലറിസവും എന്താണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണെന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടി ഡോക്ടർ അംബേദ്കർ പറഞ്ഞതാണ്. ഡോക്ടർ അംബേദ്കർ ഒരു വലിയ ഡെമോക്രാറ്റ് ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം ഡെമോക്രാറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു ബ്ലൂ പ്രിന്റ് തരികയാണ്, ഇനി രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഈ ഭരണഘടന. അതിൽ അമെൻമെന്റ് വരുത്താം, ഒരിക്കലും മാറ്റാനാവാത്ത ഒരു റിജിഡ് ആയിട്ടുള്ള ഭരണഘടന അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ, നമ്മുടെ ഈ ജനറേഷൻ മുന്നോട്ടുള്ള ജനറേഷൻ എങ്ങനെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എഴുതി തീർക്കുകയാണ്. ഒന്നും അമെൻമെന്റിനുള്ള ഒരു പ്രൊവിഷനും ഇല്ലെങ്കിൽ അത് ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയിട്ട് ഈ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് പറയുന്നത് പോലെ ഇരിക്കും. അങ്ങനെ ഒരു സബ്ജുഗേഷൻ ഇല്ല. ഈ ജനറേഷനിൽ വളരെ പ്രസക്തമായിട്ട് തോന്നിയ പല ആശയങ്ങളും രൂപപ്പെടുത്തി ഭരണഘടന നിർമ്മിച്ചു നൽകുന്നു. ഫ്യൂച്ചറിൽ അതിലെ മാറ്റങ്ങൾ വരുത്താം. ഇനി വരുന്ന പാർലമെന്റിൽ അതിൽ അമെൻമെന്റ് കൊണ്ടുവരാം. അമെൻമെന്റിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഫെഡറലിസത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ എന്താണ്, നമ്മളിപ്പോൾ ഫെഡറലിസത്തെ പറ്റി വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ കാണുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്
ഇന്ത്യൻ ഭരണഘടന ഫെഡറലാണ്, ക്വാസി ഫെഡറലാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് സെന്ററിന് കൂടുതൽ അധികാരമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫെഡറലിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് 2 സഭകൾ, ഒരു സെന്റർ ഉണ്ട്, പിന്നെ സ്റ്റേറ്റുകളുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും അധികാരങ്ങളും അവകാശങ്ങളും ഏതൊക്കെ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് ഒരു റിട്ടേൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് ഭരണഘടനയിൽ തന്നെ പറയുകയാണ് സെന്ററിന് ഇന്ന കാര്യങ്ങളിൽ അവകാശങ്ങളുണ്ട്, സ്റ്റേറ്റിന് ഇന്ന കാര്യങ്ങളിൽ അവകാശങ്ങളുണ്ട്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കുറച്ച് കൂടുതൽ അധികാരം സെന്ററിനാണ് എന്നുള്ള ആ ഒരു ആരോപണം അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ സെന്ററിന് കൂടുതൽ, കാരണം നമുക്ക് ഭരണഘടന കിട്ടിയ ആ സമയത്ത് വിഘടനവാദമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിഷണറീസ് ആയിട്ടുള്ള ആളുകൾ, അദ്ദേഹം ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ബാക്കി ആളുകൾ തീരുമാനിച്ചത് ഈ ഒരു രീതിയിൽ പോയാലേ ഈ രാജ്യം മുന്നോട്ട് പോകും. അതേപോലെ തന്നെ പ്രധാനമാണ് ഡോക്ടർ BR അംബേദ്കറെ പോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ കൂടുതലുണ്ടായിരുന്ന ഒരാളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹം ഭരണഘടനാ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഡോക്ടർ അംബേദ്കറിന് ഉണ്ടായിരുന്ന ഫോർമൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡിഗ്രികൾ, ഇന്ത്യൻ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഫറെന്റ് സബ്ജക്റ്റിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, ഡോക്ടറൽ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും പറഞ്ഞു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇവിടെ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നിരക്ഷരായിട്ടുള്ള ആളുകൾക്കും ഇന്ത്യയിൽ നമ്മൾ ആര് ഭരിക്കണം എന്ന് ഒരു വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം, ആ അവകാശം കൊടുത്തു. അത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റമാണ്. കാരണം ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ്. ഭരണഘടനാ അസംബ്ലി പറയുകയാണ് ഇത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആകാൻ പാടില്ല, എല്ലാവർക്കും, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും പട്ടിണി കിടക്കുന്നവർക്കും ഒക്കെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് തീരുമാനം എടുക്കാൻ, ഭാഗഭാക്കാക്കാൻ ഒരാൾക്ക് ഒരു വോട്ട്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു വിഷണറി ഡോക്യുമെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശമുണ്ട് ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും ആ ഭരണഘടനയുടെ പരിധിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാതെ അമെന്റ്മെന്റ് ചെയ്യാവുന്നതാണ്.